പാലക്കാട് വീട്ടിൽ നിന്ന് രാവിലെ പുറത്തോട്ടിറങ്ങിയാണ് കാറും കൊണ്ട്. ചുമ്മാ ഒരു ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചു. രാവിലെയാണെന്ന് വെച്ചാൽ തിരക്കിന് കുറവൊന്നുമില്ല കേട്ടോ. ലോറിയും ബസ്സും പിന്നെ സ്കൂൾ ടൈമല്ലേ, അതുകൊണ്ട് കോളേജ് ബസ്സും സ്കൂൾ ബസ്സും ഒക്കെ ഉണ്ട് വഴിയിൽ. ഈ ലോറിയൊക്കെ മുന്നിൽ പോകണ കാരണം കയറി പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ കയറി പോകുന്നുണ്ട്. ഇത് പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇത് പാറ, അതായത് ഈ കൊഴിഞ്ഞാമ്പാറ റൂട്ടിലെ ഒരു ചെറിയൊരു ടൗൺഷിപ്പാണ് പാറ എന്ന് പറയുന്നത്. അപ്പോൾ പാറയും പിന്നിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോറി എൻ്റെ മുമ്പിലുണ്ട്, ആ ലോറിയുടെ മുമ്പിൽ ഒരു ബസ്സും ഉണ്ട്. അങ്ങനെ ലോറിനെ ഓവർടേക്ക് ചെയ്തു. ഇനി ഫ്രണ്ടിൽ ബസ്സുണ്ട്, കൊഴിഞ്ഞാമ്പാറക്ക് പോകുന്ന ബസ്സാണെന്ന് തോന്നുന്നു. അതിനെയും ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല, ഉണ്ടല്ലേ. അപ്പുറത്തും ഇപ്പുറത്തും പാടം. ഇത് മായംകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്, മായംകുളം. പിന്നെയും വന്ന് ലോറിയുടെ പുറകിൽ സൂര്യൻ അവിടെ നല്ല ഇങ്ങനെ ഉദിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റുമാണ്. ചൂട് അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഈ ലോറിനെ കയറി പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്, റിസ്ക് അല്ലേ. അങ്ങനെ ഇരട്ടക്കുളം എന്ന സ്ഥലത്തെത്തിയപ്പോൾ റോഡ് ഇത്തിരി റഫായി തുടങ്ങി. പക്ഷേ എനിക്ക് അവിടെ വെച്ചിട്ട് ലോറിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റി. ഹോണടിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓവർടേക്ക് ചെയ്തു. ഇത് അപ്പുപിള്ളയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്, അപ്പുപിള്ളയൂർ. ഇവിടുത്തെ സ്ഥലപ്പേരൊക്കെ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ, അപ്പുപിള്ളയൂർ. അങ്ങനെ ഇപ്പോൾ നമ്മൾ അത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അത്തിക്കോട്. ഇവിടെ നിന്ന് നേരെ പോയാൽ കൊഴിഞ്ഞാമ്പാറ, ലെഫ്റ്റ് പോയാൽ വേലന്താവളം, പിന്നെ റൈറ്റ് പോയാൽ നല്ലേപ്പള്ളി, ചിറ്റൂർ ഭാഗത്തോട്ടൊക്കെ പോകാം. നമ്മളിപ്പോൾ പോകുന്നത് വേലന്താവളം ഭാഗത്തോട്ടാണ്. വേലന്താവളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബോർഡറാണ്, കേരള തമിഴ്നാട് ബോർഡറാണ്. വേലന്താവളത്തോട്ട് നല്ല റോഡൊക്കെ അടിപൊളിയാണ്. കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. ഇതാ ഒരു ബസ് പോകുന്നുണ്ട്, അതിൻ്റെ മുമ്പിൽ ഒരു ലോറി ഉണ്ട്. ഈ ബസ്സിൻ്റെ ബോർഡ് ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി കേട്ടാ, ഇത് ഗോവിന്ദാപുരത്ത് നിന്ന് വേലന്താവളത്തേക്കുള്ള വണ്ടിയാണ്. ഗോവിന്ദാപുരം എന്ന് പറയുമ്പോൾ മറ്റൊരു കേരള തമിഴ്നാട് അതിർത്തിയാണ്. അവിടെ നിന്ന് ഇപ്പുറത്തുള്ള അതിർത്തിയിലേക്ക് പോകുന്നൊരു ബസ്. അടിപൊളിയല്ലേ. അങ്ങനെ ആ ബസ്സിനെയും ഓവർടേക്ക് ചെയ്ത് ഞാൻ വീണ്ടും മുന്നോട്ട് പോയി. ഞാൻ ഇതിനിടയ്ക്ക് മാപ്പിൽ നോക്കിയപ്പോൾ വേലന്താവളത്തിനടുത്തായിട്ട് ഒരു തമിഴ്നാടിൻ സൈഡിൽ തന്നെ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ ഒരു അമ്പലം ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ എന്തായാലും രാവിലെ ചുമ്മാ അവിടം വരെ ഒന്ന് പോയി കളയാമെന്ന് കരുതി. അമ്പലത്തിൽ കയറാൻ പറ്റില്ല, എന്നാലും ഒന്ന് പോയി കളയാമെന്ന് കരുതി. അങ്ങനെ കോഴിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ പിന്നിട്ട് നമ്മൾ വേലന്താവളത്തെത്തി. വേലന്താവളത്തെത്തിയപ്പോൾ അത്യാവശ്യം ടൗൺ ഉണർന്നു തുടങ്ങി. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ധാരാളം ലോട്ടറി കടകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബോർഡറിലൊക്കെ ലോട്ടറി കടകളായിരിക്കും. ഇഷ്ടംപോലെ ലോട്ടറി കടകളാണ്. ഇതാ ഈ സ്പീഡ് ബ്രേക്കർ വെച്ചിട്ടുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബോർഡർ. ഇതാ പാലം. ഈ പാലമാണ് കേരള തമിഴ്നാട് അതിർത്തി. ഇവിടെ ഈ പാലം കഴിഞ്ഞ അപ്പുറത്തെ തമിഴ്നാടാണ്. അപ്പോൾ നമ്മൾ കേരളം വിടുകയാണ്. പാലത്തിൽ കൂടി കയറി ഇപ്പോൾ തമിഴ്നാട് എത്തി. കണ്ടില്ലേ, വെൽക്കം ടു തമിഴ്നാട് സ്റ്റേറ്റ് എന്ന് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കയറി. കോയമ്പത്തൂർ ജില്ലയുണ്ട് ഇത്. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് റൈറ്റ് സൈഡിൽ. അതും കഴിഞ്ഞ് കുറച്ചും കൂടി പോയിട്ടുണ്ടെങ്കിൽ അതായത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ റൈറ്റ് സൈഡിലേക്കാണ് നമ്മുടെ അമ്പലത്തിലേക്കുള്ള വഴി. പതിമലൈ ബാലമുരുകൻ കോവിൽ എന്നാണ് പേര്, പതിമലൈ. അധികം ആൾക്കാരൊന്നും അറിയപ്പെടാത്തൊരു അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നു, പതിമലൈ. അപ്പം നമ്മൾ ആ പതിമലയിലേക്കുള്ള വഴിയിലേക്ക് കയറി. റോഡൊന്നും വലിയ കുഴപ്പമില്ല, ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് കണ്ട, വഴുക്കൽ എന്നാണ്. വഴുക്കൽ വെറൈറ്റി അല്ലേ. അങ്ങനെ CMS കോളേജ് എന്ന് പറഞ്ഞ ബോർഡ് കാണാം. ആ റോഡിലേക്ക് കയറി. അവിടെയാണ് ഈ പറഞ്ഞ അമ്പലം. നമുക്ക് ആ ദൂരെ കാണാം ആ ഒരു കുന്ന്, നമ്മുടെ ഈ പഴനിയൊക്കെ പോലത്തെ ചെറിയൊരു കുന്ന്. മലയാണ്, ചെറിയൊരു മലയാണ്. പക്ഷെ അത്രത്തോളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അടുത്ത് നിന്നുമേ മനസ്സിലാവുള്ളൂ. ഇതാ അങ്ങ് അകലെ കാണുന്ന അതാണ് നമ്മുടെ പതിമലൈ. കുറച്ചിങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി വീണ്ടും കാണാം. അവിടെ പതിമലൈ ടെമ്പിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ CMS കോളേജിൻ്റെ ബോർഡുണ്ട്. ഈ വഴി ഇത്തിരി മോശമാണ്, കുണ്ടും കുഴിയൊക്കെയുള്ള വഴിയാണ്. അതുപോലെ വിജനമാണ് രാത്രിയും. അതുപോലെ ആ സമയത്തൊക്കെ ഈ വഴി വരുന്നത് കുറച്ച് റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് കോളേജ്, CMS കോളേജ്. ഇതാ നമ്മളിപ്പോൾ ആ സ്ഥലത്ത് എത്തി. പതിമലയുടെ അടിവാരത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എനിക്കൊന്നും പഴനിയൊക്കെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ നല്ല റോഡാണ്. ഈ അമ്പലത്തിൻ്റെ അടിവാര ഭാഗത്ത് നല്ല റോഡൊക്കെ ഉണ്ട്, നല്ല ടാർ ചെയ്ത്. നമ്മളിപ്പോൾ പതുക്കെ കുറച്ച് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിവാരം അവിടെ അറ്റത്ത് വരെ വണ്ടി പോകും. പിന്നെ അവിടെ നിന്ന് നമ്മൾ മല കയറണം. എന്തായാലും ഞാൻ രാവിലെ ഈ സമയത്ത് മല കയറുന്നില്ല. ഞാൻ അമ്പലത്തിൽ പോകാനുള്ളൊരു തയ്യാറെടുപ്പായിട്ടല്ല വന്നേക്കുന്നത്. പക്ഷെ ഇവിടെ ആരും ഇല്ല കേട്ടോ. ഇവിടെ അധികം ആൾക്കാരൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. കണ്ടില്ല, വിജനമാണ്. നോക്കിയേ. പക്ഷെ രാവിലെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ്. അപ്പുറത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത്. ഇവിടെ ഒരു ചേച്ചി ക്ലീനിങ്ങിനായിട്ട് നിൽക്കുന്ന ഒരു ചേച്ചിനെ കണ്ടു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇപ്പം തിരക്കൊന്നുമില്ല, മുകളിൽ പോകണമെങ്കിൽ തൊഴാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതിനുള്ളൊരു തയ്യാറെടുപ്പായിട്ടല്ല വന്നത്. അപ്പോൾ ഞാനിവിടെ നിർത്തി 1-2 ഫോട്ടോസും ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പതുക്കെ തിരിച്ച് മടക്കയാത്രയായി. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ മയിൽ
കണ്ടില്ലേ? പിന്നെ മുരുകൻ്റെ അമ്പലം ആയതുകൊണ്ട് മയിലുണ്ടാവില്ല, മുരുകൻ്റെ വാഹനമല്ലേ. അപ്പം മയില് റോഡ് ക്രോസ് ചെയ്യണം. ഒന്നല്ല, 2 എണ്ണം ഉണ്ട്. പിന്നെ സമയമില്ലാത്ത കാരണം ഇതൊന്നും പകർത്താൻ നിന്നില്ല. നേരെ ഇനി നമുക്ക് വാളയാർ ഭാഗത്തോട്ട് പോകണം. അതായത് വന്ന വഴിയല്ല, വേലന്താവളത്തു നിന്ന് റൈറ്റ് വീണ്ടും, അതായത് നമ്മൾ നേരെ വേലന്താവളത്ത് ചെന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ അങ്ങ് അപ്പുറം ചാവടിയുടെയൊക്കെ ഇപ്പുറം നവക്കര ഭാഗത്ത് പോയിട്ട് ഹൈവേയിൽ കയറും. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ ലോറിയൊക്കെ കിടക്കുന്നുണ്ട്, പോലീസ് ചെക്കിങ് ഉണ്ടാവും. പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പ്രൈവറ്റ് വണ്ടികൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല, അവരൊന്നും ചോദിച്ചൊന്നുമില്ല. ഇവിടുന്ന് ലെഫ്റ്റ് പോയി, നമ്മൾ വന്ന വഴി ലെഫ്റ്റ് പോയി വേലന്താവളം ബോർഡർ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകും. നമ്മളിപ്പോൾ റൈറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് നവക്കര, അതായത് നമ്മുടെ വാളയാർ ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇത് ഈ വഴി പോയി കയറുന്നത് നവക്കര ആ ഭാഗത്താണ്. അവിടെ നിന്ന് റൈറ്റ് എടുത്ത കോയമ്പത്തൂർ, ലെഫ്റ്റ് എടുത്ത വാളയാർ. അപ്പുറം ഇപ്പുറം ഇഷ്ടംപോലെ തെങ്ങിൻ തോപ്പുകളാണ്, കണ്ടില്ലേ? ഇഷ്ടംപോലെ തെങ്ങിൻ തോപ്പുകളാണ്. ഈ ഭാഗത്ത് റോഡ് നല്ല റോഡാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, കുണ്ടും കുഴിയൊന്നും അങ്ങനെ ഇല്ല, തിരക്കും കുറവാണ്. അങ്ങനെ നമ്മൾ ആ ഭാഗത്തെത്തി, ആ നവക്കര ഭാഗത്തെത്തി. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ പാലക്കാട്, റൈറ്റ് പോയാൽ കോയമ്പത്തൂർ. ബൈപ്പാസാണ് മുകളിൽ കാണുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ലെഫ്റ്റ് പോകും, നമുക്ക് പാലക്കാട് ഭാഗത്തേക്ക് തന്നെ പോകേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് എടുത്തു. പിന്നെ ഈ റൂട്ട് എടുക്കാനായിട്ട് വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഡീസൽ അടിക്കണം. ഇവിടെ ഡീസലിന് വില കുറവല്ലേ. അപ്പോൾ ഇവിടെ നവക്കര ഭാഗത്തുള്ള ജിയോൻ്റെ പമ്പിൽ കയറി. ജിയോൻ്റെ പമ്പിലെ ഡീസൽ നല്ലതാണ്. അപ്പോൾ അവിടെ കയറി ഡീസൽ അടിച്ച് നമ്മൾ വീണ്ടും ഹൈവേ കയറി വാളയാറിലേക്ക് യാത്ര ചെയ്യും. അങ്ങനെ നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് വാളയാർ ബോർഡർ. ഇപ്പം നമ്മളിതായി പാലം കയറുമ്പോഴേക്കും തമിഴ്നാട് കഴിഞ്ഞു, തമിഴ്നാട് വിട്ടു. അതായത് കേരളത്തിലേക്ക് ഇവിടെ ബോർഡൊക്കെ ഉണ്ട്, വെൽക്കം ടു കേരള എന്ന് പറഞ്ഞിട്ട്. സ്പീഡ് ബ്രേക്കർ ഉണ്ട്, ഇവിടെ പോലീസും എക്സൈസും ഒക്കെ ഉണ്ടാവും, ചെക്കിങ് ഉണ്ടാവും. അവിടെ ഉണ്ട് എക്സൈസാ പോലീസാ, ആരൊക്കെ നിൽക്കുന്നുണ്ട്, ചെക്ക് ചെയ്യും അവരിങ്ങനെ റാൻഡമായിട്ട് ചെക്ക് ചെയ്യും. ബസ് ഉണ്ട്, ഇത് വാളയാറൊക്കെ വരുന്നത്, പാലക്കാട് വാളയാർ ബസ് ഉണ്ട് ഇവിടേക്ക്. അപ്പോൾ നമ്മൾ നേരെ വാളയാറിന്ന് ഇനിയിപ്പോൾ നേരെ പാലക്കാടേക്ക് യാത്രയായി. രാവിലെ ആയതുകൊണ്ട് ഈ ഹൈവേയിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതേപോലെ കുറച്ച് വണ്ടികളൊക്കെ ഉള്ളൂ. പൊതുവേ ഇവിടെ വലിയ തിരക്കൊന്നും അനുഭവപ്പെടാറില്ല, നമുക്ക് വേഗം പോവാം. ഒരു ബസ് പോകുന്നു. ഇതാണ് നമ്മുടെ അട്ടപ്പള്ളത്തെ ടോൾ ബൂത്ത്. അപ്പോൾ ടോള് കൊടുക്കണം. കുഴപ്പമില്ല, ടോൾ കൊടുത്താലും കുഴപ്പമില്ല, നല്ല റോഡല്ലേ, നല്ല റോഡായതുകൊണ്ട് നമുക്ക് ടോൾ കൊടുത്താലും സങ്കടമൊന്നും ഉണ്ടാവില്ല. അവിടെ പാലിയേക്കര പോലെയല്ല, പാലിയേക്കരയിൽ മുട്ടിന് സിഗ്നലും വെച്ച് അവർ ടോളും വാങ്ങി കുത്തിരി പിടിച്ച്. ഇവിടെ പിന്നെ അങ്ങനത്തെ ബഹളങ്ങളൊന്നും ഉണ്ടാകാറില്ല, നല്ല ആൾക്കാരുമാണ്. അങ്ങനെ ടോൾ ബൂത്തും കടന്ന് നമ്മൾ വീണ്ടും പാലക്കാട് ലക്ഷ്യമാക്കി ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ ഒരു KSRTC ബസ് ഉണ്ട് കേട്ടോ, ഫാസ്റ്റ് പാസഞ്ചറാണ്. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്, ഒന്നല്ല 2 എണ്ണം ഉണ്ട്. 2ഉം കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്ന വണ്ടിയാണ്, 2 എണ്ണം. ഇത്ര അടുപ്പിച്ച്. എന്നാൽ വണ്ടിയിൽ വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ അടുപ്പിച്ച് വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ FPനെ ഓവർടേക്ക് ചെയ്തു. പക്ഷേ FP കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഓവർടേക്ക് ചെയ്തു. നല്ല കത്തീര ചേട്ടൻ. മറ്റേ വണ്ടി പുറകിലാണ്, നമ്മുടെ പാലക്കാട് ഡിപ്പോൻ്റെ വണ്ടി ചെയ്ത് കത്തിച്ച പോണേ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ കൂട്ടുപാത ഭാഗത്തെത്തി. നമുക്കിപ്പോൾ ഇവിടേക്ക് തിരിയണം. പൊള്ളാച്ചി റോഡ് ഇതാണ്. ഇവിടുന്ന് ഹൈവേന്ന് എക്സിറ്റ് ചെയ്ത് പിന്നെ നേരെ ഈ വഴി പോയിട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡ്, ഇതാണ് പൊള്ളാച്ചി റോഡ് കൂട്ടുപാത. അപ്പോൾ നമ്മൾ പൊള്ളാച്ചി റോഡിൽ കയറി. അപ്പോൾ അങ്ങനെ ഒരു റൗണ്ട് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ വീടിനടുത്തെത്തി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.